This is Abisha and welcome to my channel. In the onam series second video ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ലേറ്റ് ആയി പോയി. എന്നാലും ഇപ്പോ നാളെ ഒന്നാം ഓണമാണ്. നാളെ വീഡിയോ ഉണ്ടാവും. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ദാവണി ഡിസൈൻ ആണ്. അതിനു മുമ്പായിട്ട് ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഡിസൈനിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഡിസൈൻസ് എങ്ങനെ ഓർഡർ ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കൂടെ കാണാം. അപ്പൊ ബാക്കി ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആവും. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് കൂടുതൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ദാവണിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ദാവണി എന്ന് പറയുമ്പോൾ നമുക്ക് ഓണം വെയർ ആയിട്ട് മാത്രമല്ല, അല്ലാതെ പാർട്ടി വെയർ ആയിട്ടോ സെമി പാർട്ടി വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദാവണി ഡിസൈൻ ആണ്. കളർഫുൾ ആയിട്ടുള്ള വെറൈറ്റി കളർ കോമ്പോ ഉള്ള ഒരു ദാവണി ഡിസൈൻ ആണ് നമ്മളിപ്പോ കണ്ടുവരുന്നത്. ഓണം എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ ദാവണി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ട് ഇപ്പൊ. കാരണം ഇപ്പം ട്രഡീഷണൽ വെയർസ് ആയിട്ട് ഒരുപാടധികം മൂവ് ചെയ്യുന്ന, ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ദാവണികൾ. ഇടക്കാലത്ത് നമ്മൾ ദാവണികളൊന്നും അധികം യൂസ് ചെയ്യാത്തൊരു ടൈം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാല് കാഷ്വൽ ആയിട്ട് മാത്രം, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ഫിലിംസിലൊക്കെ ആണെങ്കിലും ഒരു നാടൻ പശ്ചാത്തലം, ഒരു ഗ്രാമപ്രദേശമൊക്കെ കാട്ടുമ്പോൾ അവിടെയുള്ള ഒരു വെയർ ആയിട്ട്, അങ്ങനെ ഒരു വെയർ ആയിട്ട് കാഷ്വൽ ആയിട്ടുള്ള ഹാഫ് സാരീസ് ആയിരുന്നു നമ്മൾ കാണാറുള്ളത്. പക്ഷെ ഇപ്പൊ ഹാഫ് സാരികളുടെ രൂപവും ഭാവവും എല്ലാം മാറി. പക്ക നമുക്കിപ്പോ ട്രഡീഷണൽ ആണോ, പാർട്ടി വെയർ ആണോ, ഈവൻ ബ്രൈഡൽ വെയർ ആയിട്ട് വരെ ധാവണികൾ വന്നിട്ടുണ്ട്. കാഷ്വൽസ് ആയിട്ടും ധാവണി ഇപ്പോ ഇറങ്ങിയിട്ടുള്ള ഫിലിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാഷ്വൽ ധാവണികളുണ്ട്. അതുകൊണ്ട് തന്നെ ധാവണി വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്തായാലും ഓണം കളക്ഷനിൽ തീർച്ചയായിട്ടും ഒരു ധാവണി കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഓണത്തിന് മാത്രമല്ല, അല്ലാതെ പാർട്ടി വെയർ ആയിട്ട് സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ കൂടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ നമുക്കിനി ആ ധാവണി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഹാഫ് സാരി ഡിസൈൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കളർ കോംബോ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹാഫ് സാരീസ് ഒക്കെ നമ്മൾ പൊതുവേ കാണാറുള്ളത് അധികവും ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ കളർ കോമ്പോസിലാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. പക്ഷെ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. പേസ്റ്റൽ ഷെയ്ഡിൽ ധാവണികൾ നമുക്ക് അധികം കാണാൻ കിട്ടാറില്ല. പിന്നെ ഉള്ളത് ബ്രൈഡൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെവി ആയിട്ടുള്ള, ഐ മീൻ ഹാഫ് സാരി പാറ്റേണിന് അതിനെ പറയാൻ പറ്റുള്ളൂ, അതൊരു പക്ക ഹാഫ് സാരി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തതാണ് നമ്മൾ കാണാറ്. പക്ഷെ ഇത് നോർമൽ ഹാഫ് സാരി പാറ്റേണിൽ തന്നെ ഒരു പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ട്രഡീഷണൽ ലുക്ക് ആണെങ്കിലും മോഡേൺ ആയിട്ടുള്ള കുറച്ചുകൂടി ട്രെൻഡി ആയിട്ടുള്ള ഒരു ഹാഫ് സാരിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഓണത്തിന് മാത്രമല്ല, അല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ കൂടിയാണിത്. ഇതില് ഫ്ലോറൽ വർക്കാണ്, ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് മെയിനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫുൾ ലുക്ക് ഇതാണ്. ഇത് ഇപ്പം മാനിക്യൂറിൽ ഇട്ടിട്ടാണ് ഇതിങ്ങനെ അത്ര പ്രോപ്പർ അല്ലാതിരിക്കുന്നത്. പക്ഷെ ഇത് മോഡൽ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ കാട്ടിയിട്ടുണ്ട്. അത് കൂടാതെ കുറച്ച് ഫോട്ടോസ് വീഡിയോ കഴിഞ്ഞിട്ടും കാട്ടും. അപ്പം ഞാനത് ഫുള്ളായിട്ട് കാണാം, വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പം നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് മെറ്റീരിയൽ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. മെറ്റീരിയലിൽ ദുപ്പട്ട വരുന്നത് റോയൽ ജോർജറ്റ് വെച്ചിട്ടാണ്. അതുതന്നെ ആഷ് കളറുള്ള റോയൽ ജോർജറ്റ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിന് രണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്കും ഒരു ഡാർക്ക് ബ്ലൂ ആണ്. ആ ഡാർക്ക് ബ്ലൂ വരാൻ കാരണം ഇവിടെ ഫ്ലവേഴ്സിൽ ആ ഡാർക്ക് ബ്ലൂവിന്റെ ഷെയ്ഡ് വന്നുകൊണ്ടാണ്. പിന്നെ ഇതിന്റെ ബ്ലൗസും സ്കേർട്ടും സെയിം മെറ്റീരിയൽ ആണ്. അത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ചിനോൺ സിൽക്കാണ്. ചിനോണിന്റെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത്. ലൈനിങ് വന്നിട്ടുള്ളത് ടോപ്പിന്, ഐ മീൻ ബ്ലൗസിന് ഒരു സാറ്റൻ ലൈനിങ് ആണ്. സ്കേർട്ടിനും അത് തന്നെയാണ് ലൈനിങ് വന്നിട്ടുള്ളത്. ഈ സ്കേർട്ടിന്റെ പാറ്റേൺ ഒന്ന് നോക്കാം. അംബ്രല്ല സ്കേർട്ട് ആണ് വരുന്നത്. എങ്കിലും സ്കേർട്ടിന്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു റഫിൾ ലെയർ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ റഫിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ലെയർ, ഒരു എക്സ്ട്രാ പീസ് താഴെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് സ്കേർട്ടിന്റെ പാറ്റേണിൽ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത്. നോർമൽ അംബ്രല്ല കട്ടിന്റെ താഴെയാണ് നമ്മൾ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പ്ലീറ്റ്സ് സ്റ്റിച്ചഡ് ആണ്. കണ്ടോ, പ്ലീറ്റ്സ് സ്റ്റിച്ചഡ് ആണ്. ഇത് റെഡി ടു വെയർ ഹാഫ് സാരി ആണ്. ഒരുപാട് നേരം നമ്മൾ ഇതിൻ്റെ മുകളിൽ മെനക്കെടണ്ട. നമുക്ക് എന്താ പറയുക, മടിയുള്ളവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉടുത്ത് പോവാൻ പറ്റുന്ന ഒരു ധാവണി കൂടിയാണിത്. റെഡി ടു വെയർ സാരീസൊക്കെ ഉള്ള പോലെ തന്നെ റെഡി ടു വെയർ ഹാഫ് സാരിയാണ്. ഇതിൻ്റെ പ്ലീറ്റൊക്കെ ഓൾറെഡി ഇട്ട് വെച്ചതാണ്. നമുക്ക് എന്താ പറയുക, ഇത് ഹാഫ് സാരിയുടെ പ്ലീറ്റ്സ് ഇടുമ്പോൾ മറ്റേ കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ, ഇപ്പോൾ ടിഷ്യൂ പോലുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ കോട്ടൺ പോലുള്ള മെറ്റീരിയലാണ് ഷോൾ വരുന്നതെങ്കിൽ നമുക്ക് പ്ലീറ്റ് ചെയ്യാൻ സുഖമായിരിക്കും. പക്ഷെ ജോർജറ്റ് പോലുള്ള മെറ്റീരിയൽ ഷാൾ വരുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം ജോർജറ്റിലൊന്നും പ്ലീറ്റ് എടുക്കാൻ നമുക്ക് അങ്ങനെ കിട്ടില്ല. പിടുത്തം കിട്ടാത്തൊരു തുണിയാണ് ജോർജറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്ലീറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉടുക്കാൻ സുഖം ഉണ്ടാവും, പെട്ടെന്ന് എടുത്തെടുത്ത് പോവാനും പറ്റും. പിന്നെ ജോർജറ്റ് ഷോൾ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് വണ്ണമുള്ളവർക്ക് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സ് കൂടെയാണ്. എന്താ വെച്ചാൽ എന്താ പറയുക, ജോർജറ്റിൽ നല്ല ഒതുക്കമുള്ള മെറ്റീരിയൽ ആണല്ലോ ജോർജറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് വണ്ണമുള്ളവരാണെങ്കിലും മെലിഞ്ഞവരാണെങ്കിലും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണിത്. ഇതിൻ്റെ ബ്ലൗസ് നമ്മൾ പ്രിൻസസ് കട്ടാണ് കൊടുത്തത്. റൗണ്ട് ഡീപ്പായിട്ടുള്ള നെക്കാണ്. ഇതിൻ്റെ ഹാൻഡ് വർക്ക് കൂടെ നമുക്കൊന്ന് നോക്കാം. നെക്കിലൊരു ബോർഡർ ഡിസൈനാണ് വരുന്നത്. 1.5-2 ഇഞ്ചോളം വരുന്ന ഒരു ഡിസൈനാണത്. ഇത് കംപ്ലീറ്റ് ത്രെഡ് ആൻഡ് ബീഡ് വർക്കാണ്. ത്രെഡ് വർക്ക് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ്. ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ, പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഒനിയൻ കളറൊക്കെയാണ് ഇത് വരുന്നത്. ആ ഒരു ഷെയ്ഡിൽ ഈ കളർ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും ഒരു ഒലീവ് ഗ്രീൻ, ഡാർക്ക് ഒലീവ് ഗ്രീനും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് ഫ്ലവേഴ്സ് നമ്മൾ ബ്ലൂ കളർ വെച്ചിട്ടാണ് ചെയ്തത്. അതുകൂടാതെ ഇങ്ങനെ സിൽവർ കളർ ബീഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സോടെ അതിലുണ്ട്. പിന്നെ സിൽവർ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള സ്പ്രെഡിങ് ഉണ്ട്. സിൽവർ കളർ ബീഡ്സ് വെച്ചിട്ടുള്ള സ്പ്രെഡിങ് ഉണ്ട്. ലീവ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താ പറയുക, ഒലീവ് ഗ്രീൻ കളറുള്ള ത്രെഡ് വെച്ചിട്ടാണ് ലീവ്സ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റിച്ചാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ്. ഫ്ലവർ യൂസ് ചെയ്തിട്ടുള്ളത് ലൂസ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്കിലെ പാറ്റേൺ. പിന്നെ സ്ലീവില് ഒരു എന്താ പറയുക, ഒരു ഫ്ലോറൽ പാറ്റേൺ എന്ന് പറയാം. ഒരു എന്താ പറയുക, കുറച്ച് വള്ളികളും, വള്ളി എന്ന് പറയാൻ പറ്റില്ല, സ്റ്റെംസും ഒക്കെ ആയിട്ട് ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പടർന്നു കയറുന്ന രീതിയിലാണ് നമ്മൾ സ്ലീവിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് എൽബോ സ്ലീവ് ആണ്. ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു വർക്ക് ഏരിയ. അതുകൊണ്ട് തന്നെ നല്ല റിച്ച് ലുക്ക് തരുന്ന ഒരു ഡിസൈൻ കൂടെയാണ്. ഇതിലിങ്ങനെ കൊമ്പ് പോലെ വന്നിട്ടുണ്ട്. ഇതിൽ ഈ ത്രെഡ് ഐ മീൻ ലീവ്സ് യൂസ് ചെയ്തിട്ടുള്ളത് ബുള്ളിയൻ നോട്ട് വെച്ചിട്ടുള്ള ലീവ്സ് ആണ്. ഇത് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് പാറ്റേൺ ആണ് കേട്ടോ. കാണുന്ന അത്ര സിമ്പിൾ അല്ല ഈ പാറ്റേൺ, പക്ഷെ കാണും ദൂരത്ത് നോക്കുമ്പോൾ ഒരു സിമ്പിൾ എലിഗന്റ് ലുക്കാണ് കിട്ടുന്നതെങ്കിലും ഈ ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ബുള്ളിയൻ ലീവ്സ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഫ്ലവേഴ്സ് നേരത്തെ കണ്ടത് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആയിരുന്നു. ഇതിൽ അതിൻ്റെ ഒരു സൈസ് ബിഗ് ഫ്ലവറും കൂടെ ചെയ്തിട്ടുണ്ട്, ഡബിൾ കളർ വരുന്ന. നേരത്തെ കണ്ടിട്ടുള്ള ചെറിയ ഫ്ലവേഴ്സും ഉണ്ട്. അതുകൂടാതെ സിൽവർ കളറും ബീഡ്സും അതേപോലെ തന്നെ കട്ട് ബീഡ്സും വെച്ച് സ്പ്രെഡിങ് വർക്കും ചെയ്തിട്ടുണ്ട്. അത് ഹോൾ സ്ലീവിൽ വരുന്നുണ്ട്. ഈ ഒരു ഏരിയ തിക്കൻ ആയിട്ടാണ് വരുന്നത്, മേലോട്ട് കുറച്ചായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. സ്റ്റിച്ചൊന്നും ഞാൻ ഓവറായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. എനിവേ കണ്ടോ, ഈ ഒരു സ്ലീവ് ഞാൻ ഫുള്ളായിട്ട് കാട്ടാം. സെൻറ്ററിൽ കുറച്ച് നീളത്തിൽ വരുന്നുണ്ട്, സൈഡിലേക്ക് വരുന്നോളം നീളം കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ത്രെഡ് വർക്കാണിത്. ദൂരെ നോക്കുമ്പോൾ തന്നെ ആ ഒരു ലുക്ക് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ധാവണി ഡിസൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ശേഷം ഇതിൻ്റെ ഫോട്ടോസ് കാട്ടുന്നുണ്ട്, അത് ഫുള്ളായിട്ട് കാണാം. ഇതിൻ്റെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെയിം ഡിസൈനോ അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ കളർ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ അതിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക് യു.